ഹായ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഹൈക്കോടതിക്ക് മുന്നിലാണ്. 2026 മാർച്ച് 7-ാം തീയതി ഹൈക്കോടതിക്ക് മുന്നിൽ ഞങ്ങൾ സമരം ചെയ്തപ്പോൾ പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. പോലീസ് അറസ്റ്റ് ചെയ്തത് വീണ്ടും ഞങ്ങളെ മണ്ടനാക്കി. ഞങ്ങളെ ജില്ലാ കോടതിയിലേക്ക്, നിയമസഹായ വേദിയിലേക്ക് ഞങ്ങളെ അയച്ചു. ജില്ലാ കോടതിയിൽ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടും അവിടുത്തെ ഒരു സ്റ്റാഫ് ഞങ്ങളെ ഇങ്ങോട്ട് വന്നാൽ മതി എന്നും പറഞ്ഞ് ഞങ്ങൾ ഇന്ന് ജില്ലാ കോടതിയിൽ പോയി. ജില്ലാ കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് അധികാരമില്ല, ഹൈക്കോടതിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതി നിയമസഹായ വേദിയിലേക്ക് വീണ്ടും ഞങ്ങൾ കയറുകയാണ്. ഒരു പ്രധാന കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, എൻ്റെ സ്ഥലത്ത് 7 സെൻറ്റ് ഭൂമിയിൽ എൻ്റെ കെട്ടിടത്തിൽ എൻ്റെ അമ്മയെ കൊണ്ട് കിടത്തിയിരിക്കുകയാണ്. അമ്മ രോഗിയാണ്. പെങ്ങൾ കൊണ്ട് കിടത്തിയിട്ട് പോയി. കഴിഞ്ഞ ഫെബ്രുവരി 7-ാം തീയതി ഈ 7-ാം തീയതി കൊണ്ട് കിടത്തിയിട്ട് ഞങ്ങൾ 8-ാം തീയതി ചെന്ന് കഴിഞ്ഞപ്പോൾ ആ 8-ാം തീയതി അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അമ്മ മരണപ്പെട്ടു പോയാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യും? അതുകൊണ്ട് ആ പടവ എത്രയും വേഗം അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് പുത്തൻകുരിശ് DVSPക്കും കൂത്തോളം CIക്കും ഞങ്ങൾ ഒരു വീഡിയോ സഹിതം പരാതി കൊടുത്തു. പരാതി കൊടുത്തത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, DGPയുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അഡീഷണൽ DGP പറഞ്ഞ് ഇത് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ മൊബൈലിലൂടെ പറഞ്ഞാൽ മതി, അവർ വന്ന് സഹായിച്ചോളുമെന്ന് DVSPയെ വിളിച്ച് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരുന്നു. DVSP ഞാൻ നേരിട്ട് സംസാരിച്ചതാണ്. ഇപ്പോൾ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല, ഒരു നടപടി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടവർ ആരാ എന്ന ചോദ്യം ഞങ്ങളിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങൾക്ക് കാണപ്പെട്ട ദൈവം. ആ പടത അഴിച്ചു മാറ്റിയേ പറ്റൂ. അതുകൊണ്ട് അഴിച്ചു മാറ്റാതെ ഞങ്ങൾ ഇനി ഹൈക്കോടതിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതി ലീഗൽ സർവീസ് അതോറിറ്റിയിലേക്ക് ഞങ്ങൾ കയറുകയാണ്. അതുകൊണ്ട് അത് ഏത് വിധേയനാണ് എങ്ങനെ അഴിച്ചു മാറ്റണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. കാരണം നിയമം ഞങ്ങൾ കയ്യിലെടുക്കുന്നില്ല. അധികാരപ്പെട്ടവർ നിയമം കയ്യിലെടുത്തവരെ വേണ്ട വിധേയം നിയമപരമായി ശിക്ഷിക്കുകയും ആ പടവ അഴിച്ചു മാറ്റിയേ പറ്റൂ. ഓക്കെ, ബൈ.